Hello everyone, this is CMA Vivin Chandran. അപ്പോൾ നമ്മൾ CMA USA പാർട്ട് 2 സെക്ഷൻ എഫിലെ കുറേയധികം ക്വസ്റ്റ്യൻസ് കഴിഞ്ഞൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നമ്മൾ ചെയ്യാതെ വിട്ടിരുന്നത് IMA's എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ആൻഡ് പ്രിൻസിപ്പിളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് ഈ സ്റ്റാൻഡേർഡ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന് മുമ്പായിട്ട് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട സ്റ്റാൻഡേർഡ്സും പ്രിൻസിപ്പിൾസും ഒന്ന് ചെക്ക് ചെയ്തതിനു ശേഷം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ സ്റ്റാൻഡേർഡ്സിനെ സംബന്ധിച്ച് പറയുമ്പോൾ IMA പ്രൊഫഷണൽസ് കീപ്പ് ചെയ്യേണ്ട, മെയിൻറ്റെയിൻ ചെയ്യേണ്ട എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിനെ നമുക്കൊരു കോഡായിട്ട് പഠിക്കുകയാണെങ്കിൽ CCIC എന്ന് ഓർത്തിരിക്കാം, അല്ലെങ്കിൽ ICCC എന്ന് ഓർത്തിരുന്നാലും മതി. കോമ്പീറ്റൻസ്, കോൺഫിഡൻഷ്യാലിറ്റി, ഇന്റഗ്രിറ്റി ആൻഡ് ക്രെഡിബിലിറ്റി. അപ്പൊ നമ്മൾ സാധാരണ നമുക്കറിയാം ഈ CMAയുടെ ടോപ്പിക്സ് ആണെങ്കിൽ ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആപ്ലിക്കേഷൻ ലെവലിൽ കോൺസെപ്റ്റുവൽ ആയിട്ട് പഠിച്ചാൽ മാത്രം മതി. പക്ഷേ ഈ സ്റ്റാൻഡേർഡ്സ് നിങ്ങൾ ബൈഹാർട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ചും സ്റ്റാൻഡേർഡ്സിനകത്ത് കുറെ സബ് പോയിന്റ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ കോമ്പീറ്റൻസ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റാൻഡേർഡ് IMA മുന്നോട്ട് വെക്കുമ്പോൾ എന്താണ് ആ കോമ്പീറ്റൻസ് കൊണ്ട് IMA ഉദ്ദേശിക്കുന്നത് വ്യക്തമായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഈ പോയിന്റ്സ് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് ഇതേ പോയിന്റ് ക്വസ്റ്റ്യനകത്ത് വരും, എന്നിട്ട് ഇത് ഏത് സ്റ്റാൻഡേർഡുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ചോദിക്കാം. അപ്പൊ ഇവിടെ ചെറിയ രീതിയിൽ ഒരു റോട്ട് ലേണിംഗ് അല്ലെങ്കിൽ ബൈഹാർട്ട് ലേണിംഗ് ആവശ്യമാണ്. ഇപ്പൊ കോമ്പീറ്റൻസിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ: മെയിൻറ്റെയിൻ അപ്രോപ്രിയേറ്റ് ലെവൽ ഓഫ് പ്രൊഫഷണൽ ലീഡർഷിപ്പ് ആൻഡ് എക്സ്പെർട്ടൈസ് ബൈ എൻഹാൻസിങ് നോളജ് ആൻഡ് സ്കിൽ. അതായത് കാലഘട്ടം മാറുന്നതനുസരിച്ച് നമ്മളുടെ കഴിവും കാര്യപ്രാപ്തിയും സ്കില്ലും നോളജും ഒക്കെ ഇംപ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കണം. അതുപോലെ തന്നെ യു ഹാവ് ടു പെർഫോം യുവർ പ്രൊഫഷണൽ ഡ്യൂട്ടീസ് ഇൻ അക്കോർഡൻസ് വിത്ത് റെലവന്റ് ലോസ് ആൻഡ് റെഗുലേഷൻസ് ആൻഡ് ടെക്നിക്കൽ സ്റ്റാൻഡേർഡ്സ്. ഇപ്പോൾ ഓരോ വർഷവും പുതിയ ടാക്സ് ലോ വരും, പുതിയ നിയമങ്ങൾ വരും, പുതിയ ഗവൺമെന്റ് റെഗുലേഷൻസ് വരും. അതിനനുസരിച്ച് അപ്ഡേറ്റ് ആയിരിക്കുക എന്ന് പറയുന്നത് കോമ്പീറ്റൻസിന്റെ ഭാഗമാണ്. ദെൻ ഓൾസോ യു ഹാവ് ടു പ്രൊവൈഡ് ഡിസിഷൻ സപ്പോർട്ട് ഇൻഫർമേഷൻ. തീരുമാനം എടുക്കാനുള്ള ഇൻഫർമേഷൻ കൊടുക്കുക, റെക്കമെൻഡേഷൻസ് കൊടുക്കുക. ആ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ക്ലിയർ ആയിരിക്കണം, ആക്യുറേറ്റ് ആയിരിക്കണം, കൺസൈസ് ആയിരിക്കണം, പ്രിസൈസ് ആയിരിക്കണം, ക്ലാരിറ്റി ഉള്ളതായിരിക്കണം. അതുപോലെ തന്നെ റിസ്ക് കണ്ടെത്താനും അത് മാനേജ് ചെയ്യാനും കോമ്പീറ്റൻസി ആവശ്യമാണ്. സോ ഇത് വെച്ചിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, രഹസ്യം സൂക്ഷിക്കുക, രഹസ്യമായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് ആ ഒരു കോൺസെപ്റ്റിന്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയ. സോ യു ഹാവ് ടു കീപ് ദ ഇൻഫർമേഷൻ കോൺഫിഡൻഷ്യൽ എക്സെപ്റ്റ് വെൻ റിക്വയർഡ് ബൈ ദ ലോ. അതായത് CBI ഓഫീസേഴ്സോ ഗവൺമെന്റോ അല്ലെങ്കിൽ കോടതിയോ പോലീസോ പിടിച്ചോണ്ട് പോയിട്ട് സത്യം പറയണമെന്ന് പറയുമ്പോൾ ഇല്ല, ഞാൻ കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഒരു സാഹചര്യത്തിൽ ഒഴികെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കോൺഫിഡൻഷ്യൽ ആയിട്ട് തന്നെ കീപ്പ് ചെയ്യണം എന്നാണ് പറയുന്നത്. രഹസ്യമായിട്ട് സൂക്ഷിക്കുക. രഹസ്യം നിങ്ങളുടെ വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടിയോ ഗെയിൻസിന് വേണ്ടിയോ ഉപയോഗിക്കാൻ പാടില്ല. നിങ്ങളുടെ കമ്പനിയിൽ നിങ്ങൾ ആ ഒരു ജോലി ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അറിയുന്ന ചില വിവരങ്ങൾ, കമ്പനിയുടെ ചില രഹസ്യ വിവരങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി പുറത്തുള്ള ആളുകളോട് പറയുകയോ അത് വെച്ച് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ ശ്രമിക്കുകയോ ചെയ്യരുത്. ദാറ്റ് ഈസ് കോൺഫിഡൻഷ്യാലിറ്റി. ഇന്റഗ്രിറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡൂയിങ് ദ റൈറ്റ് തിങ് ഈവൻ വെൻ നോ വൺ ഈസ് ലുക്കിംഗ്. വളരെ ഹോണസ്റ്റ് ആയിട്ടുള്ള, ബെനവലന്റ് ആയിട്ടുള്ള, വെർച്വസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസിനുള്ള ഒരു ക്വാളിറ്റിയാണ് ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത്. പ്രൊഫഷണൽ ഷുഡ് ബി ഇന്റഗ്രിറ്റി ഉള്ള ഒരു വ്യക്തി ആയിരിക്കണം. കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒഴിവാക്കണം. നിങ്ങൾക്ക് ബയാസ് അല്ലെങ്കിൽ ഫേവറേറ്റിസം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. ഇറ്റ് യു ആർ മേക്കിംഗ് എ ഡിസിഷൻ. തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് ആ തീരുമാനങ്ങൾ തീർച്ചയായിട്ടും കമ്പനിയുടെ ഗുണമേന്മയ്ക്ക് വേണ്ടിയുള്ള തീരുമാനങ്ങളായിരിക്കണം, വ്യക്തിപരമായ നേട്ടങ്ങൾക്കായിരിക്കരുത്. അതുപോലെ തന്നെ എത്തിക്കലായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിന് തടസ്സമാകുന്ന ആക്ടിവിറ്റീസിൽ നിന്ന് പൂർണ്ണമായിട്ട് വിട്ടുവെക്കണം. നിങ്ങൾക്ക് ആരെങ്കിലും ഒരു വലിയ ഓഫർ തരികയാണ്, വിദേശ യാത്ര ചെയ്യാനായിട്ട് ഒരു ടിക്കറ്റ് എടുത്ത് തരികയാണ്, അല്ലെങ്കിൽ വലിയൊരു സ്പോർട്സ് ഇവന്റിന് പോകാനായിട്ട് ടിക്കറ്റ് എടുത്ത് തരികയാണ്, നിങ്ങൾ നോ പറയണം. കാരണം അത് അക്സെപ്റ്റ് ചെയ്താൽ ഭാവിയിൽ അയാൾ നിങ്ങളുടെ കമ്പനിയുമായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് ഇടപാടിന് വരുന്ന സമയത്ത് ഈ ബന്ധം നിങ്ങളുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള സമ്മാനങ്ങൾ എല്ലാം തന്നെ നിരസിക്കുക എന്ന് പറയുന്നത് ഇന്റഗ്രിറ്റി ഉള്ള വ്യക്തി ചെയ്യേണ്ട കാര്യമാണ്. പ്രൊഫഷനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്ന ആക്ടിവിറ്റീസിൽ നിന്ന് വിട്ടു നിൽക്കുക. പ്രൊഫഷനെ കളങ്കമുണ്ടാക്കുന്ന ആക്ടിവിറ്റീസ് ചെയ്യാതിരിക്കുക. ഒരു ഡോക്ടർ തെറ്റിയുമ്പോൾ ആ ഡോക്ടറിനെ മാത്രമല്ല അവിടെ ചീത്തപ്പേരുണ്ടാവുന്നത്, ആ ഡോക്ടർ പ്രതിദാനം ചെയ്യുന്ന മുഴുവൻ ഡോക്ടേഴ്സിനും അതൊരു ചീത്തപ്പേരായി മാറും. ഒരു പോലീസുകാരൻ തെറ്റിയുമ്പോൾ അത് പോലീസ് ഫോഴ്സിന് മുഴുവൻ നാണക്കേടാവും. സോ നിങ്ങൾ ചെയ്യുന്ന ചെറിയ തെറ്റ് പോലും നിങ്ങളുടെ ആ കമ്മ്യൂണിറ്റിയെ മുഴുവൻ ചീത്തപ്പേരുണ്ടാക്കാൻ കാരണമാകും. സോ ഡോണ്ട് ഡു എനി സച്ച് ആക്ടിവിറ്റീസ്. ദെൻ വ്യക്തിപരമായ ഇൻട്രസ്റ്റിന് മുകളിൽ പ്രൊഫഷണൽ ഇൻട്രസ്റ്റിനെ എപ്പോഴും കീപ്പ് ചെയ്യുക.
ലാസ്റ്റ് സ്റ്റാൻഡേർഡ് ആണ് ക്രെഡിബിലിറ്റി. ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞാൽ വിശ്വാസ്യത. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമായിരിക്കണം, പറയാനുള്ള കാര്യങ്ങൾ പൂർണ്ണമായും പറയണം, ഒന്നും മറച്ചു വെക്കാൻ പാടില്ല. നിങ്ങളടുത്ത് ഒരാൾ അഭിപ്രായം ചോദിക്കുന്ന സമയത്ത് ആ അഭിപ്രായം അയാൾക്ക് ഡിസിഷൻ എടുക്കാൻ പര്യാപ്തമായ എല്ലാ ഇൻഫർമേഷൻസും പ്രൊവൈഡ് ചെയ്തിരിക്കണം. ചില കാര്യങ്ങൾ പറയുകയും ചില കാര്യങ്ങൾ പറയാതിരിക്കുകയും ചെയ്യുന്നത് ക്രെഡിബിലിറ്റി ഉള്ള വ്യക്തിക്ക് ചേർന്നതല്ല. ദെൻ സമയത്തിന് പറയണം, പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട ആളുകളോട് പറയേണ്ട സമയത്ത് പറയണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ, കഴിവ് കേടുകൾ ഉണ്ടെങ്കിൽ, ഇൻഎഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്യുന്ന വർക്കിൽ എവിടെയെങ്കിലും ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് കൺസേൺഡ് അതോറിറ്റീസിന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കണം. ഇത് മറച്ചു വെച്ചിരുന്നാൽ എന്ത് സംഭവിക്കുക വെച്ചാൽ ഭാവിയിൽ ഇത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് അത്തരത്തിലുള്ള എന്ത് ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലും, എന്ത് പ്രൊഫഷണൽ ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിലും, എന്ത് കൺസ്ട്രൈൻസ് ഉണ്ടെങ്കിലും കൃത്യമായിട്ട് കൺസേൺഡ് ആളുകളോട് കറക്റ്റ് സമയത്ത് പറഞ്ഞിരിക്കണം എന്നുള്ളതാണ് ക്രെഡിബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് ആ ഒരു സ്റ്റാൻഡേർഡ്സ് ഏതൊക്കെയാണെന്ന് കിട്ടി. പ്രിൻസിപ്പിൾസ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. ഓണസ്റ്റി, ഫെയർനെസ്, ഒബ്ജക്ടിവിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. സോ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യേണ്ട, ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, according to IMS ethical professional practice, a member has a responsibility to recognize professional limitations. പ്രൊഫഷണൽ ലിമിറ്റേഷൻ നമ്മൾ ഏറ്റവും അവസാനം പറഞ്ഞു നിർത്തിയതാണ്. ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി പറയുക എന്ന് പറയുന്നത് ക്രെഡിബിലിറ്റിയുടെ ഭാഗമാണ്. ക്രെഡിബിലിറ്റി ഉള്ള ഒരു വ്യക്തി എന്ത് ചെയ്തിരിക്കും? അയാൾക്ക് എന്തെങ്കിലും പ്രൊഫഷണലി ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് തുറന്നു പറഞ്ഞിരിക്കും എന്നുള്ളതാണ്. സോ ആൻസർ ഈസ് credibility. We can go to the second question. If an IMA member has a problem in identifying unethical behavior or resolving ethical conflict, first action should normally take is to, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. നിങ്ങൾ ഒരു IMA മെമ്പർ എന്ന നിലയ്ക്ക് നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോ, എത്തിക്കൽ ആയിട്ടുള്ള കോൺഫ്ലിക്റ്റിംഗ് സിറ്റുവേഷൻസ് വരുമ്പോ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം? അപ്പൊ ഇവിടെ നമുക്ക് ഇതിന്റെ റെസ്പോണ്ട് ചെയ്യാനായിട്ട് IMA നമുക്കൊരു 5 ഒരു സ്റ്റെപ്സ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ആരോട് പറയണം, സെക്കൻഡ് ആരോട് പറയണം, തേർഡ് ആരോട് പറയണം, അങ്ങനെ ഒരു 5 സ്റ്റെപ്പ് വന്നിട്ടുണ്ട്. ഒന്നാമത്തെ ഡ്യൂട്ടി, നിങ്ങളുടെ കമ്പനിയുടെ റിട്ടൺ പോളിസീസ്, കമ്പനിയുടെ എസ്റ്റാബ്ലിഷ്ഡ് പോളിസീസ് എന്താണെന്ന് പരിശോധിക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ കൂട്ടത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തി ഫ്രോഡ് കാണിക്കുന്നു, പൈസ അടിച്ചു മാറ്റി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പൊ അവിടെ എന്ത് ചെയ്യണം എന്നൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അവിടെ എന്ത് ചെയ്യാമെന്നുള്ളതിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് എപ്പോഴും ഇത്തരം ആക്ടിവിറ്റീസ് നടന്നാൽ എന്ത് ചെയ്യണമെന്നാണ് കമ്പനി മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു റിട്ടേൺ പോളിസി എന്ന് ചെക്ക് ചെയ്യുക. ഓരോ കമ്പനിയിലും ചിലപ്പോൾ അവിടെ കൃത്യമായിട്ടുള്ള ഒരു റെഗുലേഷൻ കാണും. ഇങ്ങനെ അൺഎത്തിക്കൽ ആക്ടിവിറ്റി കണ്ടെത്തി കഴിഞ്ഞാൽ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം, ആരോട് പറയണം, എപ്പോ പറയണം, ഏത് രീതിയിൽ പറയണം എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും. സോ ആ പോളിസീസ് എന്താണോ ആ പോളിസീസ് അതേപോലെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് മെത്തേഡ്. ഇനി നിങ്ങളുടെ കമ്പനിയിൽ അങ്ങനെ ഒരു പോളിസി ഇല്ല എന്ന് വിചാരിക്കുക. അത്തരത്തിൽ പോളിസി ഇല്ലാത്തൊരു കമ്പനിയാണ് നിങ്ങളെങ്കിൽ ദ നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഈസ് കോണ്ടാക്ട് യുവർ ഇമ്മീഡിയറ്റ് സൂപ്പർവൈസർ. ആരാണോ നിങ്ങളുടെ ഇമ്മീഡിയറ്റ് സൂപ്പർവൈസർ അദ്ദേഹത്തോട് ഈ കാര്യം അവതരിപ്പിക്കുക. ഇനി പോളിസി ഇല്ല, ഈ സൂപ്പർവൈസർ ആണ് കള്ളത്തരം ചെയ്യുന്നെങ്കിലോ, ഇഫ് ദ സൂപ്പർവൈസർ ഇസ് ഇൻവോൾവ്, അയാൾ ചെയ്ത തെറ്റിനെ പറ്റി അയാളോട് തന്നെ പോയിട്ട് പരാതി പറയുന്നതിൽ അർത്ഥമില്ല, അത് മണ്ടത്തരമല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? അദ്ദേഹത്തിന്റെ മുകളിലുള്ള നെക്സ്റ്റ് ലെവൽ മാനേജറോട് എന്ത് ചെയ്യുക? കാര്യം അവതരിപ്പിക്കുക. സോ ഫസ്റ്റ് എസ്റ്റാബ്ലിഷ്ഡ് പോളിസി നോക്കുക, അതില്ല എങ്കിൽ ഇമ്മീഡിയറ്റ് സൂപ്പർവൈസറോട് പറയുക. സൂപ്പർവൈസർ ഇൻവോൾവ് ആണെങ്കിൽ നെക്സ്റ്റ് ലെവൽ മാനേജറോട് പറയുക. ഇനി നെക്സ്റ്റ് ലെവൽ മാനേജറോട് പറഞ്ഞിട്ടും കാര്യമായിട്ടൊന്നും സംഭവിച്ചില്ല, നടപടി എടുത്തില്ല, എന്ത് ചെയ്യും? അടുത്തത് നമ്മൾ എന്ത് ചെയ്യും? യു ക്യാൻ കോണ്ടാക്ട് IMA എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ IMAയുടെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ചിട്ട് ഗൈഡൻസ് ആവശ്യപ്പെടുക എന്നാണ് IMA മുന്നോട്ട് വെക്കുന്ന ആശയം. നിങ്ങൾ IMA വിളിച്ചു, IMA പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കി, നടക്കുന്നില്ല, ഒന്നും വർക്ക്ഔട്ട് ആവുന്നില്ല എങ്കിൽ then you can consult with a personal attorney. Attorney means വക്കീൽ. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു വ്യക്തിപരമായിട്ട് അറിവുള്ള ഒരു വക്കീലിനെ സമീപിച്ച് എന്താണ് ഈ അവസരത്തിൽ ചെയ്യേണ്ടതെന്ന് ലീഗൽ അഡ്വൈസ് ചോദിക്കാവുന്നതാണ്. ലീഗൽ അഡ്വൈസ് ചോദിക്കുന്നതിനകത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഒന്നാമത്തെ കാര്യം, അത് നമ്മുടെ കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്ന പ്രിൻസിപ്പിളിന് ചെറിയ രീതിയിൽ കളങ്കം വരുത്തുന്ന കാര്യമാണ്. കാരണം ഈ വക്കീല് പുറത്തുള്ള ആളാണ്, കമ്പനിക്ക് പുറത്തുള്ള ആളാണ് ഈ വക്കീൽ. അതുകൊണ്ട് തന്നെ പുറത്തുള്ള ആളുകളോട് കാര്യം പറയുന്നത് നമ്മൾ അത്ര നല്ലതല്ല എന്നാണ് സ്റ്റാൻഡേർഡ്സിൽ പഠിക്കുന്നത്, അല്ലേ? അപ്പൊ ഏതൊക്കെ സാഹചര്യത്തിലാണ് നമുക്ക് ഡയറക്റ്റ് പോയിട്ട് ഒരു വക്കീലിനെ സമീപിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എമർജൻസി സിറ്റുവേഷൻ ആണെങ്കിൽ, അതായത് നമ്മുടെ കമ്പനി ഇറക്കുന്ന ഒരു പ്രൊഡക്റ്റ് കാരണം ആളുകളുടെ ജീവനോ അവരുടെ ഹെൽത്തിനോ ഒക്കെ ആപത്തുണ്ടാവുന്നു എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ, അങ്ങനെയുള്ള എമർജൻസി സിറ്റുവേഷൻ ആണെങ്കിൽ
നമ്മൾ ഈ ഹൈറാർക്കി ഒക്കെ നോക്കി നിന്നിട്ട് കാര്യമില്ല. അപ്പൊ തന്നെ പെട്ടെന്ന് ലീഗൽ ആയിട്ടുള്ള റിക്വയർമെന്റ്സ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡയറക്റ്റ് പോയിട്ട് എന്ത് ചെയ്യാം, അറ്റോർണിയോട് സംസാരിക്കാം. അല്ലാത്ത പക്ഷം വേറെ ഒരു നിവൃത്തി ഇല്ലെങ്കിൽ മാത്രം എവിടേക്ക് പോയാൽ മതി, വക്കീലിന്റെ അടുത്തേക്ക് പോയാൽ മതി. ഇനി വക്കീലിന്റെ അടുത്ത് പോയിട്ട് നിയമസഹായം നേടിയിട്ടും കാര്യമായ ഒരു പുരോഗതിയും ഇല്ല, ഈ കമ്പനിയിൽ വീണ്ടും ഈ അൺഎത്തിക്കൽ ആക്ടിവിറ്റീസ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുകയാണെങ്കിൽ ദ ലാസ്റ്റ് ഓപ്ഷൻ ഈസ് റിസൈൻ ഫ്രം ദ കമ്പനി. ആ കമ്പനിയിൽ നിന്ന് രാജിവെച്ച് മറ്റൊരിടത്ത് ജോലി നേടുക എന്നുള്ളതാണ് അവിടുത്തെ ചെയ്യേണ്ടത്. സോ നമ്മുടെ ഈ സ്റ്റെപ്പുകളുടെ ഓർഡർ എന്താണ്? ഫസ്റ്റ് എസ്റ്റാബ്ലിഷ് പോളിസി നോക്കുക. പോളിസി ഇല്ല എങ്കിൽ ഇമ്മീഡിയറ്റ് സൂപ്പർവൈസർ ഇൻവോൾവ് ആണെങ്കിൽ നെക്സ്റ്റ് ലെവൽ മാനേജർ. അതും നടന്നിട്ടില്ല എങ്കിൽ കോൺടാക്ട് IMA. Then you can contact the personal attorney. If none of this works out, you can resign from the company. So ഇവിടെ ചോദ്യം, നിങ്ങളുടെ കമ്പനിയിൽ ഒരു എത്തിക്കൽ പ്രശ്നം ഉണ്ടായി, നിങ്ങൾക്ക് എങ്ങനെ പരിഹരിക്കണമെന്ന് അറിയില്ല, എന്താണ് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കുക. തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് ബെസ്റ്റ് പ്രിഫേർഡ് എന്ന് നോക്കുക. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനോട് പോയി പറയുക, വേണ്ട, അതിന്റെ ആവശ്യമില്ല. ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസിയോട് പറയുക, വേണ്ട, കമ്പനി റിസൈൻ ചെയ്യാന്നുള്ളത് അവസാനത്തെ അടവാണ്. യു ക്യാൻ ഡിസ്കസ് ദ പ്രോബ്ലം വിത്ത് ഇമ്മീഡിയറ്റ് സൂപ്പർവൈസർ. ഇൻ ദിസ് സെനാരിയോ ഇതേ ഓപ്ഷനിൽ തന്നെ എസ്റ്റാബ്ലിഷ്ഡ് പോളിസി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തന്നിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ, then you can select that option. ഇവിടെ അതില്ല. സോ ദ നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഈസ് ഇമ്മീഡിയറ്റ് സൂപ്പർവൈസറോട് കാര്യം പറയുക. Under the express terms of IMA's statement of ethical professional practice, an IMA member may not ചെയ്യാൻ പാടില്ലാത്തത്, IMA മെമ്പർ ഈ ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്നാണ് IMAയുടെ എത്തിക്കൽ പ്രൊഫഷണൽ പ്രാക്ടീസ് പറയുന്നത്. എന്താണ് IMA പറയുന്നത്? കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ ഒരു കാരണവശാലും പുറത്തു പറയാൻ പാടില്ല അൺലെസ് ലീഗലി റിക്വയർഡ്. നിയമപരമായിട്ട് നമ്മൾ പറയേണ്ട ഒരു സാഹചര്യമാണെങ്കിൽ തീർച്ചയായിട്ടും പറയുക, അവിടെ മറച്ചു വെക്കേണ്ട ആവശ്യമില്ല. അല്ലാത്ത സാഹചര്യത്തിൽ ഒരു കാരണവശാലും കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ എന്ത് ചെയ്യാൻ പാടില്ല, പറയാൻ പാടില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വലിയ ചോദ്യമാണ്, ഞാൻ ചുരുക്കി പറയാം. നമ്മുടെ ഒരു പർട്ടിക്കുലർ കൺട്രോളർ, അദ്ദേഹമാണ് ബജറ്റിംഗ് പ്രോസസ്സിന്റെ ഹെഡ് ആയിട്ടിരിക്കുന്നത്. ഈ ബജറ്റ് അപ്രൂവ് ചെയ്യണമോ, മോഡിഫൈ ചെയ്യണമോ, റിജക്ട് ചെയ്യണമോ എന്നൊക്കെയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള വ്യക്തിയാണ് ഈ കൺട്രോളർ. അപ്പോൾ ഇത്തവണ അദ്ദേഹം പല ലൈൻ മാനേജേഴ്സ് സബ്മിറ്റ് ചെയ്ത ബജറ്റുകളും മോഡിഫൈ ചെയ്ത് കൊടുത്തു. അവർ കൊണ്ടുവന്ന പല കാര്യങ്ങളിലും ചെറിയ ചെറിയ പോരായ്മകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം അത് മാറ്റിക്കൊണ്ടുവരാൻ പറയുകയും മോഡിഫൈ ചെയ്യുകയും ചെയ്തു. എന്നാൽ ഒരു പർട്ടിക്കുലർ മാനേജർ സബ്മിറ്റ് ചെയ്തിട്ടുള്ള ബജറ്റിൽ അദ്ദേഹം കാര്യമായ മാറ്റങ്ങളൊന്നും വരുത്തിയില്ല. ഒരു പക്ഷെ അദ്ദേഹത്തിന് ആ ഒരു ബജറ്റ് നല്ലതായിട്ട് തോന്നിക്കാണും, അതുകൊണ്ടായിരിക്കും. അപ്പൊ ഈ തന്റെ ബജറ്റ് മാത്രം ചേഞ്ച് വരുത്താത്തത് കൊണ്ട് ഈ മാനേജർ, ഈ മോഡിഫിക്കേഷൻ കിട്ടാത്ത മാനേജർ എന്ത് ചെയ്തു, ഇദ്ദേഹത്തിന് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ തീരുമാനിക്കുന്നു. അവിടുത്തെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിക്കാനായിട്ടുള്ള ഫുഡ് ഗിഫ്റ്റ് കൂപ്പൺ കൊടുക്കാൻ തീരുമാനിക്കുന്നു. സോ നിങ്ങളാണ് ഈ കൺട്രോളർ എങ്കിൽ ഈ ഗിഫ്റ്റ് കൂപ്പൺ അക്സെപ്റ്റ് ചെയ്യണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഏത് സ്റ്റാൻഡേർഡിനെ അടിസ്ഥാനപ്പെടുത്തി ആയിരിക്കണം? നിങ്ങൾ ആ ജോലി ചെയ്തിരിക്കുന്നത്, നിങ്ങൾ അയാളുടെ ബജറ്റ് മോഡിഫൈ ചെയ്ത് കൊടുക്കാത്തത് അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ വേണ്ട എന്ന് പറഞ്ഞത് ആ ബജറ്റ് നല്ലതായത് കൊണ്ടാണ്, അല്ലാതെ അയാളെ പ്രീതിപ്പെടുത്താനോ സന്തോഷിപ്പിക്കാനോ വേണ്ടി ചെയ്തൊന്നുമല്ല. അപ്പൊ പകരം അയാളുടെ സന്തോഷത്തിന് അയാൾ ഗിഫ്റ്റ് തരുന്നു. പക്ഷെ ഈ ഗിഫ്റ്റ് വാങ്ങണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഏത് സ്റ്റാൻഡേർഡിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്? നിങ്ങൾ ഈ ഗിഫ്റ്റ് വാങ്ങുക എന്നുള്ളത് തന്നെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം വാങ്ങിക്കഴിഞ്ഞാൽ അവിടെ പ്രശ്നം ഉണ്ടാവും. എന്തൊക്കെയാണ് പ്രശ്നം? നിങ്ങൾ ഈ ഗിഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അയാൾക്ക് ഈ സംവിധാനം ചെയ്ത് കൊടുത്തതെന്ന് ആൾക്കാർ ചിന്തിക്കാം. ഗിഫ്റ്റ് ഇന്ന് വാങ്ങിക്കഴിഞ്ഞാൽ അടുത്ത തവണ അയാൾ മോശം ബജറ്റുമായിട്ട് വരുമ്പോൾ, കഴിഞ്ഞ തവണ അയാൾ എനിക്ക് ഗിഫ്റ്റ് ഒക്കെ തന്നതല്ലേ, ഇത്തവണ അയാളുടെ ബജറ്റിനകത്തൊന്ന് കണ്ണടച്ചേക്കാം എന്നൊക്കെ ചിന്തിക്കാനോ അല്ലെ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ഇത്തരം ഗിഫ്റ്റുകൾ കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ഇന്റഗ്രിറ്റി ഉള്ള വ്യക്തി അത് എന്ത് ചെയ്യാൻ പാടില്ല, സ്വീകരിക്കാൻ പാടില്ല. ഇറ്റ് വിൽ ഹാവ് സം ഇംപ്ലിക്കേഷൻസ് ഇൻ ദ ഫ്യൂച്ചർ. നമ്മൾ ഫ്യൂച്ചറിൽ എടുക്കാൻ പോകുന്ന പല തീരുമാനങ്ങളെയും ഇത്തരം സമ്മാനങ്ങൾ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. സോ എ പേഴ്സൺ വിത്ത് ഇന്റഗ്രിറ്റി ഷുഡ് നോട്ട് accept such gift. Next question. A new management accountant is concerned about complying with ethical standard of competence. Which of the following is not required under the standard of competence? Competence എന്ന് പറയുന്ന സ്റ്റാൻഡേർഡിനകത്ത് വേണ്ടാത്തൊരു കാര്യം, അതായത് കോമ്പീറ്റൻസിൽ എന്തൊക്കെയാണ് മിനിമം വേണ്ടത് നമ്മൾ ഓൾറെഡി കണ്ടിരുന്നു. അതിൽ ഉൾപ്പെടാത്തൊരു കാര്യം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എൻഹാൻസ് നോളജ് ആൻഡ് സ്കിൽ, തീർച്ചയായിട്ടും നിങ്ങളുടെ സ്കില്ലും നോളജും കൂട്ടണം, അത് കോമ്പീറ്റൻസിനെ ഹെൽപ്പ് ചെയ്യും. നിയമം, റെഗുലേഷൻസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് കൃത്യമായിട്ട് ഫോളോ ചെയ്യണം, കോമ്പീറ്റൻസിന്റെ ഭാഗമാണ്.
കൃത്യമായ സമയത്ത് ഇൻഫർമേഷനും റെക്കമെൻഡേഷനും കൊടുക്കണം. കറക്റ്റ് ആണ്. മെയിൻറ്റെയിൻ എക്സ്പെർട്ടൈസ് ഇൻ ഓൾ ഏരിയാസ് ഓഫ് അക്കൗണ്ടിങ്. അവിടെയാണ് ക്യാച്ച്. ഓൾ ഏരിയാസ് ഓഫ് അക്കൗണ്ടിങ്. ആ ഓൾ ആണ് പ്രശ്നം. മെയിൻറ്റെയിൻ എക്സ്പെർട്ടൈസ് ഇൻ ഏരിയാസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമില്ല. മെയിൻറ്റെയിൻ എക്സ്പെർട്ടൈസ് ഇൻ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഓൾ ഏരിയാസ് എന്ന് പറയുന്നതിനകത്ത് തെറ്റുണ്ട്. എല്ലാവർക്കും എല്ലാം പഠിക്കാനും എല്ലാ മേഖലയും അറിഞ്ഞിരിക്കാനും സാധിക്കില്ല. ഫോർ എക്സാമ്പിൾ നമ്മൾ തന്നെ ആലോചിച്ച് നോക്കുക. നമ്മൾ മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആണ് പഠിക്കുന്നത്. CMA എന്ന് പറഞ്ഞിട്ട് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആണ് പഠിക്കുന്നത്. നമ്മളുടെ അടുത്ത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ പല കാര്യങ്ങളും ചോദിച്ചാൽ ചിലപ്പോൾ നമുക്ക് അറിയില്ല. കാരണം എന്താ? നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് അല്ല പഠിക്കുന്നത്. അതാരാ പഠിക്കുന്നത്? CA-കാരാണ് പഠിക്കുന്നത്, അല്ലെ CPA-കാരാണ് പഠിക്കുന്നത്. They are doing the financial accounting. We are doing the management accounting. So CA-കാരന് മാനേജ്മെന്റ് അക്കൗണ്ടിങ് പൂർണ്ണമായിട്ട് അറിയണമെന്നില്ല. അതുപോലെ CMA-കാരനെ പൂർണ്ണമായിട്ടും എന്തറിയണമെന്നില്ല? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് അറിയണമെന്നില്ല. നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ അറിയായിരിക്കും, തീർച്ചയായിട്ടും അത് അറിഞ്ഞിരിക്കണം. ബട്ട് ഈച്ച് ആൻഡ് എവറിത്തിങ്, no way. So maintaining expertise in all areas is not possible, not practical, maybe not probable. Next question. In accordance with IMS ethical professional practice, a member who fails to perform professional duties in accordance with relevant standards is acting contrary to which one of the following standards? Professional duties കൃത്യമായിട്ട് തന്നിരിക്കുന്ന നിയമങ്ങൾക്കനുസരിച്ചല്ല അയാൾ പാലിക്കുന്നതെങ്കിൽ അത് ഏത് സ്റ്റാൻഡേർഡിനെയാണ് വയലേറ്റ് ചെയ്യുന്നത്? റെലവന്റ് ലോസ് ആൻഡ് റെഗുലേഷൻസ്, തീർച്ചയായിട്ടും അതേതാണ്? കോമ്പീറ്റൻസ് എന്ന് പറയുന്ന സ്റ്റാൻഡേർഡിന് വിരുദ്ധമാണ്. കൃത്യമായിട്ട് നമ്മൾ നിയമം അനുസരിച്ച് പാലിച്ച് വേണം നമ്മളുടെ പ്രൊഫഷണൽ ഡ്യൂട്ടീസ് ക്യാരി ഔട്ട് ചെയ്യാൻ. അപ്പൊ പലപ്പോഴും നമ്മുടെ നാട്ടിൽ നടക്കുന്ന നിയമത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് അറിഞ്ഞിരിക്കണം. അത് അറിയില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പറയും, അയ്യോ നിയമം മാറി നിങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയാൻ പാടില്ല. കോമ്പീറ്റന്റ് ആയിട്ടുള്ള വ്യക്തി ഇതെല്ലാം അറിഞ്ഞിരിക്കണം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. When is an IMM member permitted to communicate confidential information to individuals or other authorities outside the firm? കമ്പനിക്ക് പുറത്തുള്ള വ്യക്തികളോട് എപ്പോഴാണ് കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ പറയാൻ പാടുള്ളത്? ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്, സച്ച് കമ്മ്യൂണിക്കേഷൻ ഈസ് ലീഗലി റിക്വയർഡ്. നിയമപരമായിട്ട് ആവശ്യപ്പെടുന്ന സമയത്ത് പോലീസോ വിജിലൻസോ CBI-യോ കോടതിയോ വക്കീലോ അങ്ങനെയുള്ള അതോറിറ്റീസ് ചോദിക്കുന്ന സമയത്ത് കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ ആണ്, ഞാൻ പറയില്ല എന്ന് പറഞ്ഞിരിക്കാൻ പറ്റില്ല. സോ ആ സാഹചര്യങ്ങളിൽ തീർച്ചയായിട്ടും നമ്മൾ പറയേണ്ടതായിട്ട് വരും. അതല്ലാതെ പോയി പറയാൻ പാടില്ല എന്നുള്ളതാണ് കോൺഫിഡൻഷ്യാലിറ്റി പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An IMM member to follow the established policies of the organization when faced with an ethical conflict. If these policies do not resolve the conflict, member should do dash. അതായത് നോർമലി നമ്മൾ പറഞ്ഞു, ഫസ്റ്റ് പ്രിഫറൻസ് എപ്പോഴും കമ്പനിയിലെ എസ്റ്റാബ്ലിഷ്ഡ് പോളിസി എന്താണോ, എത്തിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കമ്പനിയിലെ എസ്റ്റാബ്ലിഷ്ഡ് പോളിസി എന്താണോ ആ പോളിസി ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ബേസിക് ആയിട്ട് ചെയ്യേണ്ടത്. അത്തരം പോളിസി ഇല്ല എങ്കിൽ മെമ്പർ അടുത്ത ചെയ്യേണ്ടത് എന്താണ്? വാട്ട് ഇസ് ദ നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്? വി ഹാവ് ടു കൺസിഡർ യുവർ ഇമ്മീഡിയറ്റ് സൂപ്പർവൈസർ. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താ? ഈ ഓപ്ഷൻ ബി നോക്കിയേ, ഡിസ്കസ് ദ പ്രോബ്ലം വിത്ത് ഇമ്മീഡിയറ്റ് സൂപ്പർവൈസർ ഇഫ് ഷീ ഈസ് ഇൻവോൾവ് ഇൻ ദ കോൺഫ്ലിക്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇഫ് ഷീ ഈസ് ഇൻവോൾവ് ഇൻ ദ കോൺഫ്ലിക്റ്റ്, അയാൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാളോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? If the immediate supervisor is involved in the conflict, there is no point in going and complaining to the same person, right? So option അതുകൊണ്ട് തെറ്റാണ്. പെട്ടെന്ന് ചാടിക്കേറി ഓപ്ഷൻ ബി ക്ലിക്ക് ചെയ്യരുത്. So then the next best option is contact the next higher level manager if the immediate superior does not resolve the conflict. നിങ്ങളുടെ ഇമ്മീഡിയറ്റ് സുപ്പീരിയർ ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ നെക്സ്റ്റ് ഹയർ ലെവൽ മാനേജറെ പോയി കാണുക, പറയുക എന്നുള്ളതാണ് ഈ തന്നിരിക്കുന്ന ഓപ്ഷനിലെ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് മണ്ടൻ ഓപ്ഷൻസ് ആണ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനോട് പറയുക, അതുപോലെ ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷനിൽ പോയി പറയുക, ഒന്നും ശരിയല്ല. ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യമേ അല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്റ്റാൻഡേർഡ് ഓഫ് ഇന്റഗ്രിറ്റി. സ്റ്റാൻഡേർഡ് ഓഫ് ഇന്റഗ്രിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സംഭവം എന്ത്? ഇന്റഗ്രിറ്റി നമ്മൾ പറഞ്ഞതാണ്, PPT കണ്ടതാണ്. ഇന്റഗ്രിറ്റി ഓപ്ഷൻ എയിൽ പറയുന്നത് കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷനെ കുറിച്ചാണ്. അത് കോൺഫിഡൻഷ്യാലിറ്റി എന്ന പ്രിൻസിപ്പിൾ ആണ് അല്ലെ. അതുപോലെ റെലവന്റ് ലോസ് ആൻഡ് റെഗുലേഷൻ കുറച്ചു മുമ്പ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തേ ഉള്ളൂ, അത് കോമ്പീറ്റൻസ് ആണ്. പ്രൊഫഷണൽ ലിമിറ്റേഷൻസ് പറയുക, കൺസ്ട്രെയിൻസ് പറയുക, അത് ക്രെഡിബിലിറ്റി ആണ്. സോ റിഫ്രെയിൻ ഫ്രം എൻഗേജിങ് ഇൻ എനി കണ്ടക്ട് ദാറ്റ് വിൽ പ്രെജുഡൈസ് ക്യാരിയിങ് ഔട്ട് ഡ്യൂട്ടീസ് എത്തിക്കലി. എത്തിക്കലായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ, നിങ്ങളുടെ ഡ്യൂട്ടീസ് ചെയ്യാൻ നിങ്ങളെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങളിൽ നിന്നും, സംഭവങ്ങളിൽ നിന്നും, സമ്മാനങ്ങളിൽ നിന്നും, ബന്ധങ്ങളിൽ നിന്നും മാറി നിൽക്കുക എന്നുള്ളതാണ് ഇന്റഗ്രിറ്റി ഉള്ള ഒരു വ്യക്തി ചെയ്യേണ്ട കാര്യം. നെക്സ്റ്റ് വലിയ ചോദ്യമാണ്.
ക്വസ്റ്റ്യൻ വളരെ ചെറുതാക്കി പറഞ്ഞുതരാം. നിങ്ങളൊരു കമ്പനിയിലെ പുതിയ അക്കൗണ്ടിംഗ് ക്ലർക്കാണ്. നിങ്ങൾ ആ കമ്പനിയിൽ കയറുന്ന സമയത്ത് ആ കമ്പനിക്ക് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് എംപ്ലോയീസിനെ പറഞ്ഞു വിടുകയുണ്ടായി. ഈ കൂട്ടമായുള്ള പിരിച്ചുവിടൽ എന്നൊക്കെ പറയും. അപ്പോഴാണ് അദ്ദേഹം അറിയാതെ നമ്മുടെ ഈ മാനേജറുടെ സൂപ്പർവൈസറുടെ ഒരു പേ ചെക്ക് കണ്ടത്. അദ്ദേഹത്തിന്റെ ശമ്പളത്തിന്റെ ഒരു ഡേറ്റ കണ്ടു. ആ ഡേറ്റ നോക്കിയപ്പോഴാണ് മനസ്സിലായത് സാധാരണ ഒരു സൂപ്പർവൈസറിന് കിട്ടുന്നതിനേക്കാൾ ഇരട്ടിയിലധികം പൈസ ഇയാൾക്ക് കിട്ടുന്നുണ്ട്. സോ ഒരു സൈഡിൽ കമ്പനിയുടെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് കമ്പനി എന്ത് ചെയ്യുന്നു, ആളുകളെ പിരിച്ചുവിടുന്നു. മറു സൈഡിൽ ഒരു സൂപ്പർവൈസറിന് അയാൾ അർഹിക്കുന്നതിലും അധികം ശമ്പളം കൊടുക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്തൊരു ഇൻഇക്വാളിറ്റി തോന്നി. നിങ്ങൾ ഈ ഒരു സംഭവം നിങ്ങളുടെ ഒരു സുഹൃത്തുമായിട്ട് സംസാരിക്കുകയുണ്ടായി. ഈ സുഹൃത്ത് എന്ന് പറയുന്നത് ഈ കമ്പനിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. ഈ പുറത്താക്കപ്പെട്ട വ്യക്തി ഇപ്പോൾ ഒരു ന്യൂസ് പേപ്പറിന് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. ഈ കമ്പനി പുറത്താക്കിയതിന്റെ ദേഷ്യത്തിൽ ഈ ഒരു ന്യൂസ് കിട്ടിയപ്പോൾ ഇയാൾ എന്ത് ചെയ്തു, ഈ സാലറിയുടെ ഡേറ്റ പബ്ലിക് ആക്കി. അപ്പൊ ഇവിടെ ഒരു അക്കൗണ്ടന്റ്, മാനേജ്മെന്റ് അക്കൗണ്ടന്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ അക്കൗണ്ടിംഗ് ക്ലർക്കായി നിങ്ങൾ ചെയ്ത തെറ്റുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഏത് സ്റ്റാൻഡേർഡ് ആണ് വയലേറ്റ് ചെയ്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഏതാണ്? കമ്പനിയുടെ ഒരു രഹസ്യമായ വിവരം സുഹൃത്തിനോടൊന്നല്ല ആരോടും പറയാൻ പാടില്ല. സോ കോൺഫിഡൻഷ്യാലിറ്റി ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. സോ വയലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് കോൺഫിഡൻഷ്യാലിറ്റി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Employee A observes that employee B is improperly altering department records to meet month-end goals. എംപ്ലോയി എ കണ്ടെത്തി എംപ്ലോയി ബി ആണെങ്കിൽ മന്ത് ടാർഗറ്റ് മീറ്റ് ചെയ്യാനായിട്ട് പല റെക്കോർഡുകളിലും കള്ളത്തരം കാണിക്കുന്നുണ്ട്. പക്ഷെ ഈ റെക്കോർഡുകളൊക്കെ ഇന്റേണൽ യൂസിന് വേണ്ടിയാണ്. ഇത് കമ്പനിയുടെ ഫിനാൻഷ്യൽ റെക്കോർഡുകളെ അഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള വസ്തുത അവിടെ നിലനിൽക്കുന്നുണ്ട്. എംപ്ലോയി എ പോയിട്ട് അദ്ദേഹത്തിന് സൂപ്പർവൈസറിനോട് ഈ കാര്യം പറയുന്നു. സാർ, ഈ എംപ്ലോയി ബി ഇങ്ങനെയുള്ള ചെറിയ തട്ടിപ്പുകളൊക്കെ ഇവിടെ നടത്തുന്നുണ്ട്. അപ്പൊ സൂപ്പർവൈസർ എന്താ പറഞ്ഞത്? നീ കൂടുതൽ അതിനെപ്പറ്റി ആകുലപ്പെടണ്ട, അത് ഞാൻ പറഞ്ഞിട്ടാണ് ചെയ്തത്. സൂപ്പർവൈസർ പറയാണ് എംപ്ലോയി ബിയോട് അങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുത്താൻ ആവശ്യപ്പെട്ടത് ഞാനാണെന്ന് സൂപ്പർവൈസർ പറഞ്ഞു. മാത്രമല്ല ഈ തിരുത്തുന്ന കാര്യങ്ങളൊക്കെ വരാൻ പോകുന്ന മാസത്തിൽ നമ്മൾ തന്നെ റീഅഡ്ജസ്റ്റ് ചെയ്ത് റെഡിയാക്കി ടാലിയാക്കി വിടുമെന്നും ഇദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എംപ്ലോയി എ ആണെങ്കിൽ എന്താണ് ഇവിടെ ചെയ്യേണ്ട കാര്യം? നിങ്ങളിത് കണ്ണുമടച്ച് പോണോ? അതാണ് ഡു നത്തിങ് സിൻസ് എ സൂപ്പർവൈസർ ഓതറൈസ് ദ ബിഹേവിയർ. സൂപ്പർവൈസറിന്റെ അനുവാദത്തോടുകൂടി ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ ഒന്നും ചെയ്യണ്ട എന്നാണ് ഓപ്ഷൻ സി പറയുന്നത്. അങ്ങനെയാണോ? അല്ല, തീർച്ചയായിട്ടും നമ്മൾ ചെയ്യണം. എങ്ങനെ ചെയ്യണം? ഫോളോ ദ ഓർഗനൈസേഷൻസ് എസ്റ്റാബ്ലിഷ്ഡ് പ്രൊസീജിയർ ഓൺ ദ റെസൊല്യൂഷൻ ഓഫ് സച്ച് കോൺഫ്ലിക്ട്. ആ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടെങ്കിൽ, എസ്റ്റാബ്ലിഷ്ഡ് പോളിസി എന്നൊരു ഓപ്ഷൻ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ മറ്റൊന്നിനെ പറ്റിയും ചിന്തിക്കേണ്ട. അതാണ് ഫസ്റ്റ് പ്രിഫറൻസ്. അതില്ല എങ്കിൽ മാത്രം അടുത്ത ലെവലിലേക്ക് പോയാൽ മതി. കമ്പനിയിൽ ഒരു എസ്റ്റാബ്ലിഷ്ഡ് പോളിസി ഉണ്ടെങ്കിൽ ജസ്റ്റ് ഫോളോ ദ എസ്റ്റാബ്ലിഷ്ഡ് പോളിസി ആൻഡ് ഡു അക്കോർഡിംഗ് ടു ദാറ്റ്. അത്രയും. ഇവിടെ എംപ്ലോയി ബി ചെയ്തത് ഈ സൂപ്പർവൈസർ ചെയ്യുന്നത് സംശയാസ്പദമായ തെറ്റുകുറ്റങ്ങളാണ്. തീർച്ചയായിട്ടും അത് കൺസേൺ ആൾക്കാരെ അറിയിക്കണം. അവിടെ എടുത്തു പറയുന്നുണ്ട് എസ്റ്റാബ്ലിഷ്ഡ് പോളിസി ഉണ്ട്. പോളിസിയിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതേപോലെ അങ്ങ് പെരുമാറിയാൽ മാത്രം മതി. ഓവറാക്കി ചെലവാക്കേണ്ട ആവശ്യമില്ല. Which ethical standard is most clearly violated if IMA member knows of information that could mislead users but does not report the deficiency? ഏത് സ്റ്റാൻഡേർഡ് ആണ് വയലേറ്റ് ചെയ്യുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ യൂസറിനെ മിസ്ലീഡ് ചെയ്യുന്ന ഒരു ഇൻഫർമേഷൻ കയ്യിലുണ്ട്, പക്ഷെ നിങ്ങൾ അത്, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ചില ഇൻഫർമേഷൻ നിങ്ങൾ മനഃപൂർവ്വം പറയാതിരുന്നു. ഒരു ഡെഫിഷ്യൻസി ഉള്ള കാര്യം പറയാതിരുന്നു. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഒരാൾ നിങ്ങളുടെ അടുത്ത് വന്ന് ചോദിക്കുകയാണ് UK പോകുന്നതിനെ പറ്റി എന്താ അഭിപ്രായം, അല്ലെങ്കിൽ കാനഡയിൽ പോകുന്നതിനെ പറ്റി എന്താ അഭിപ്രായം എന്ന് ചോദിക്കുമ്പോ നമ്മൾ അങ്ങനെ തട്ടിവിടുകയാണ്. സൂപ്പറാണ്, ഗംഭീര സ്ഥലമാണ്, അങ്ങോട്ട് വയ്ക്കോ, രക്ഷപ്പെടും, ജീവിതം സെറ്റാണ്. അതല്ലല്ലോ റിയാലിറ്റി. അവിടെ പോകുന്ന എല്ലാവരും രക്ഷപ്പെടണമെന്നില്ല, എല്ലാവർക്കും നല്ല ജോലി കിട്ടണമെന്നില്ല, എല്ലാവർക്കും നല്ല രീതിയിലുള്ള സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉണ്ടാവണമെന്നില്ല. അപ്പൊ അവിടെ രണ്ട് വശങ്ങളുണ്ട്. ചില ആൾക്കാർ വളരെ നല്ല രീതിയിൽ പണിയെടുത്ത് ജീവിക്കുന്നുണ്ടാവും, ചില ആൾക്കാർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും. അപ്പൊ നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരുടെ കാര്യം പറയാതെ നല്ല രീതിയിൽ നിൽക്കുന്ന ആൾക്കാരെ മാത്രം പ്രൊജക്ട് ചെയ്ത് ഈ ചോദ്യം ചോദിച്ച ആൾ വിചാരിക്കും അതൊരു വലിയ സ്വർഗമാണ്, നമുക്ക് അങ്ങോട്ടേക്ക് പോയി കളയാം എന്ന് വിചാരിച്ചാണ്. അപ്പൊ അത്തരത്തിൽ നമ്മൾ ഇൻഫർമേഷൻ കൊടുക്കാൻ പാടില്ല. ഇപ്പൊ തന്നെ CMA പഠിക്കുന്ന നിങ്ങളോട് തന്നെ, നിങ്ങൾ തന്നെ CMA പഠിച്ച ആൾക്കാരോട് പോയി ചോദിക്കുമ്പോൾ CMA കോഴ്സ് എങ്ങനെ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയണം ഒരു കുഴപ്പമില്ല, ഈസി ആയിട്ട് പാസ്സാവും എന്നെങ്ങാണോ ആരെങ്കിലും പറഞ്ഞാൽ അപ്പൊ തന്നെ അവർക്ക് അത് കള്ളമാണ്. ഈസി ആയിട്ട് പാസ്സാവില്ല. പാസ്സാവുന്നതിന് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. പഠിക്കണം, നല്ലപോലെ പഠിക്കണം, നല്ല എഫർട്ട് ഇടണം, എന്നാലേ പാസ്സാവും. അല്ല ചുമ്മാ പാസ്സാവില്ല. അപ്പൊ എളുപ്പത്തിൽ പാസ്സാവാം, പെട്ടെന്ന് പാസ്സാവാം. CMA എന്നല്ല, നമ്മുടെ പ്രൊഫഷണൽ കോഴ്സുകൾ ഒന്നും തന്നെ ഈസി അല്ല. എല്ലാത്തിനും അതിൻ്റെതായ ടഫ്നെസ് ഉണ്ട്. നമ്മൾ സാധാരണ ഡിഗ്രിയോ മറ്റു കോഴ്സോ പഠിക്കുന്നത് പോലെ പാസ്സാവാൻ പറ്റുന്ന സാധനങ്ങളല്ല.
അപ്പൊ ഇതിനെപ്പറ്റി അഭിപ്രായം ചോദിക്കുന്ന ആളുകൾ ഇത് വളരെ എളുപ്പമാണ്, എളുപ്പത്തിൽ അങ്ങോട്ട് കിട്ടും എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് ആളുകളെ മിസ്ലീഡ് ചെയ്യാണ്. അത് അവരുടെ ക്രെഡിബിലിറ്റിയുടെ കുഴപ്പമാണ്. സോ ക്രെഡിബിലിറ്റി ഉള്ള വ്യക്തി ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. IMA സ്റ്റേറ്റ്മെന്റ് ഓഫ് എത്തിക്കൽ പ്രൊഫഷണൽ പ്രാക്ടീസ് ഇൻക്ലൂഡ്സ് ഇന്റഗ്രിറ്റി. ഇന്റഗ്രിറ്റി പ്രകാരം ഒരാൾ ചെയ്യേണ്ടത് എന്ത്? ഒരു IMA മെമ്പർ, ഇന്റഗ്രിറ്റി ഉള്ള ഒരു IMA മെമ്പർ എന്ത് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഷുഡ് മിറ്റിഗേറ്റ് കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ്. കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് എന്ത് ചെയ്യണം? മിറ്റിഗേറ്റ് ചെയ്യുക. മിറ്റിഗേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? കുറയ്ക്കുക എന്നുള്ളതാണ്. അതായത് ഈ കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ, ഈ പറഞ്ഞ ബയാസ്, ഫേവറേറ്റിസം, ഇതൊന്നും നമ്മുടെ തീരുമാനങ്ങളിൽ ഉണ്ടാവാൻ പാടില്ല. ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ അതിൽ നമുക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാവോ അങ്ങനെയുള്ള ചിന്തകളൊന്നും പാടില്ല. ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് ആയിരിക്കണം, സബ്ജക്റ്റീവ് ആവരുത്. സോ മിറ്റിഗേറ്റ് ആക്ച്വൽ കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഇസ് എ സ്റ്റാൻഡേർഡ്, സോറി, ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദി ഇന്റഗ്രിറ്റി സ്റ്റാൻഡേർഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോമ്പീറ്റൻസ് സ്റ്റാൻഡേർഡ്. കോമ്പീറ്റൻസ് സ്റ്റാൻഡേർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം എന്ത്? തീർച്ചയായിട്ടും കോമ്പീറ്റൻസ് ഉള്ള ആള് അയാളുടെ സ്കിൽ എന്ത് ചെയ്യണം? എൻഹാൻസ് ചെയ്യണം. സ്കില്ല്, നോളജ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? കൂട്ടുക എന്നുള്ളത് കോമ്പീറ്റൻസ് എന്ന് പറയുന്ന സ്റ്റാൻഡേർഡിന്റെ ഭാഗമാണ്. Next, an IMA member has discovered that the company is violating environmental regulation. If the entity has no established policy for resolving ethics issue and immediate superior is involved, appropriate action. Environment regulations violate ചെയ്യുന്നു, കമ്പനിക്ക് എസ്റ്റാബ്ലിഷ്ഡ് പോളിസി ഇല്ല, സുപ്പീരിയർ ഓഫീസർ ഇതിൽ ഇൻവോൾവ് ആണ്, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഹയർ ലെവൽ മാനേജറോട് പോയി കാര്യം അവതരിപ്പിക്കുക. വെരി ഈസി. Then IMA members are obligated to maintain highest standard of ethical conduct. Explicitly request that IMA members ചെയ്യാൻ പാടുള്ളതോ ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ള ഒരു കാര്യമാണ് ഓപ്ഷനിൽ തന്നിരിക്കുന്നത്. IMA മെമ്പർ ആണെങ്കിൽ they should not condone violations by others. കണ്ടോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷമിക്കുക എന്നുള്ളത്. കണ്ടോൺ മീൻസ് ക്ഷമിക്കുക എന്നുള്ളതാണ്. നോട്ട് കണ്ടോൺ മീൻസ് എന്താണ്? ക്ഷമിക്കാതിരിക്കുക. ഒരു സാഹചര്യത്തിലും നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളോ മറ്റു എംപ്ലോയീസോ കൊളീഗ്സോ ചെയ്യുന്ന തെറ്റുകൾ, അൺഎത്തിക്കൽ ആക്ടിവിറ്റീസ് ക്ഷമിക്കാൻ പാടില്ല. ഒരു IMA മെമ്പർ ഒരിക്കലും അത് ക്ഷമിക്കാതിരിക്കരുത്. തീർച്ചയായിട്ടും കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം? അത് കൺസേൺഡ് ആയിട്ടുള്ള ആളുകളോട് പറഞ്ഞിരിക്കണം. റിപ്പോർട്ട് ചെയ്യേണ്ട ആളുകളോട് പറയണം. നിങ്ങളുടെ ഫ്രണ്ടാണ് ഈ അൺഎത്തിക്കൽ ആക്ടിവിറ്റി, അയ്യോ എന്റെ കൂട്ടുകാരനല്ലേ ഞാൻ പറയണ്ട എന്ന് വിചാരിക്കരുത്. അത് ഒരു കാരണവശാലും എക്സ്ക്യൂസുകൾ അവിടെ കൊടുക്കാൻ പാടില്ല. നെക്സ്റ്റ്, വൺ ആസ്പെക്ട് ഓഫ് ഇന്റഗ്രിറ്റി. ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കാണ് വീണ്ടും വരുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മൾ ഈ സ്റ്റാൻഡേർഡ്സിന് അണ്ടറിൽ വരുന്ന സബ് പോയിന്റുകൾ നമ്മൾ ഒന്ന് കാണാതെ പഠിക്കേണ്ടി വരും. ബിക്കോസ് ആ പോയിന്റ്സ് ആണ് ഇവിടെ ഓപ്ഷൻ ആയിട്ട് വരുന്നത്. അപ്പൊ അതിൽ ഓരോ ഓപ്ഷൻ കാണുമ്പോഴും അത് ഏത് സ്റ്റാൻഡേർഡ് ആണെന്ന് അറിഞ്ഞിരിക്കണം. ഓപ്ഷൻ ഏത് സ്റ്റാൻഡേർഡ് ആണെന്ന് പറയാൻ പറ്റുമോ നോക്കിയേ. പ്രൊഫഷണൽ ഡ്യൂട്ടീസ് ഇൻ അക്കോർഡൻസ് വിത്ത് റെലവന്റ് ലോസ്, കോമ്പീറ്റൻസ് ആണ്. കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് തീർച്ചയായിട്ടും എന്താണ്? ഇന്റഗ്രിറ്റി ആണ്. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്, ഇന്റഗ്രിറ്റി ആയിരുന്നു. കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ, കോൺഫിഡൻഷ്യാലിറ്റി ആണ്. പ്രൊഫഷണൽ ലീഡർഷിപ്പ് ആൻഡ് എക്സ്പെർട്ടൈസ്, കോമ്പീറ്റൻസ് ആണ്. A financial manager who is an IMA member discovers an issue that could result in misleading users of the firm's financial data. She has informed her immediate supervisor. She should report the circumstances to the audit committee or the board of directors only. ഒരു ഫിനാൻഷ്യൽ മാനേജർ നമ്മളുടെ സ്ഥാപനത്തിലെ ഫിനാൻഷ്യൽ ഡേറ്റയിൽ ഉണ്ടായിട്ടുള്ള ചില തട്ടിപ്പുകളെ പറ്റി മനസ്സിലാക്കുന്നു. അത് ഇമ്മീഡിയറ്റ് സൂപ്പർവൈസറിനോട് പോയി പറയുന്നു. ഏത് സാഹചര്യത്തിലാണ് ഇത് പോയിട്ട് നമ്മൾ ഓഡിറ്റ് കമ്മിറ്റിയോടോ അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനോടോ അറിയിക്കേണ്ടത്? സോ നോർമൽ കേസിൽ നമ്മൾ ഇവരോടൊന്നും പോയി പറയാറില്ല. ബട്ട് ഒരു പർട്ടിക്കുലർ സാഹചര്യത്തിൽ നമ്മൾ പറയേണ്ടി വരും. അത് എപ്പോഴാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എപ്പോഴായിരിക്കും? ദ ഇമ്മീഡിയറ്റ് സൂപ്പർവൈസറും ഫേംസ് CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ഈ സംഭവത്തെ പറ്റി അറിഞ്ഞിട്ടും അവരിത് തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ നമുക്കിത് ആരോട് പോയി പറയാം? ഓഡിറ്റ് കമ്മിറ്റി അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനോട് പറയാവുന്നതാണ്. ഓക്കെ, ആരൊക്കെയാണ്? ഇമ്മീഡിയറ്റ് സൂപ്പർവൈസർ അറിഞ്ഞു, പരിഹരിച്ചില്ല. CEO അറിഞ്ഞു. CEO തീർച്ചയായിട്ടും കമ്പനിയുടെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഇരിക്കുന്ന ഒരു ആളാണ് CEO. അദ്ദേഹം പോലും ഇത് തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ യു കൺ കോണ്ടാക്ട് ദ ഓഡിറ്റ് കമ്മിറ്റി ഓർ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. വലിയ ചോദ്യമാണ്, വളരെ സിമ്പിൾ ചോദ്യമാണ്. വലിപ്പം മാത്രമേ ഉള്ളൂ. നിങ്ങൾ പലപ്പോഴും ഈ വലിയ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യൻ വലുതാണെങ്കിലും ഉത്തരം പലപ്പോഴും ചെറുതായിരിക്കും, വളരെ എളുപ്പമുള്ളതായിരിക്കും. ക്വസ്റ്റ്യന്റെ വലിപ്പം കണ്ട് പല ആൾക്കാരും പിന്നെ നോക്കാമെന്ന് പറഞ്ഞു പോകും. ഏറ്റവും എളുപ്പത്തിൽ മാർക്ക് കിട്ടാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇവിടെ ക്വസ്റ്റ്യൻ വളരെ ലളിതമാണ്. ഒരു കമ്പനിയിൽ പുതിയ ടൈപ്പ് ഫാൻ
റീചാർജബിൾ ഫാൻ ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നു. അതിനെ പറ്റിയിട്ടുള്ള പ്ലാനിങ്ങിലാണ്, ബജറ്റ് ഉണ്ടാക്കിയിട്ടില്ല. കോമ്പറ്റീറ്ററിന്റെ പ്രൊഡക്റ്റിനേക്കാൾ ബെറ്റർ പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഇതിനെ പറ്റിയുള്ള ഡിസ്കഷൻസ് നടക്കുന്നേ ഉള്ളൂ. ഒരു പ്രോസ്പെക്റ്റീവ് ബജറ്റ് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇത് പ്ലാനിങ്ങിൽ അല്ലെങ്കിൽ എക്സിക്യൂഷനിലേക്ക് വന്നിട്ടില്ല. അപ്പൊ ഇത് എക്സിക്യൂഷനിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ അക്കൗണ്ടിങ് സ്റ്റാഫ് ഇതെടുത്ത് ഡിസ്ട്രിബ്യൂട്ടറിന് ഷെയർ ചെയ്തു. ഞങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട്, പ്ലാൻ ഉണ്ട് എന്നുള്ള കാര്യം പോയി ഡിസ്ട്രിബ്യൂട്ടറോട് പറഞ്ഞു. ഇങ്ങനെ പറയാൻ പാടുണ്ടോ? പറയാൻ പാടില്ല. സോ ഇത് കോൺഫിഡൻഷ്യാലിറ്റി പ്രിൻസിപ്പിളില് വിരുദ്ധമാണ്. സോ ദ എംപ്ലോയി ഷുഡ് റിഫ്രൈൻ ഫ്രം ഡിസ്ക്ലോസിംഗ് കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ. ഞാൻ പറഞ്ഞില്ലേ, വലിയ ക്വസ്റ്റ്യൻ ആണെങ്കിലും വളരെ ലളിതമായ ഉത്തരമാണ്. കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ അത് ലീഗലി റിക്വയർഡ് അല്ലാത്ത സാഹചര്യത്തിൽ പുറത്തുള്ള ആളുകളോട് പറയാൻ പാടില്ല. A management accountant was recently tried and convicted in court for producing and selling narcotics. None of the activity occurred during work. Okay, ഞാൻ ക്വസ്റ്റ്യൻ ചുരുക്കി പറയാം. ഒരു എംപ്ലോയി, വളരെ നല്ല എംപ്ലോയി ആണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കും, ജോലിയെല്ലാം കൃത്യമായിട്ട് ചെയ്യും, എല്ലാ രീതിയിലും നല്ലവനായ ഒരു ഉണ്ണിയാണ്. അദ്ദേഹം എന്ത് ചെയ്യുന്നു? ജോലി സമയം കഴിഞ്ഞ് വീട്ടിലെത്തി കഴിയുമ്പോൾ കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും ഒക്കെ പരിപാടിയുണ്ട്, അതിന്റെയൊക്കെ ബിസിനസ് നടത്തി കാശ് ഉണ്ടാക്കുന്നു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു, കോടതിയിൽ എത്തിച്ചു. അവിടെ കുറ്റവാളിയാണ് എന്ന് പ്രൂവ് ചെയ്യപ്പെട്ടു, കൺവിക്റ്റ് ആയിട്ട് കോടതി പ്രഖ്യാപിച്ചു. അപ്പൊ ഇവിടെ മാനേജ്മെന്റ് അക്കൗണ്ടന്റ് കുറെ വാദങ്ങൾ ഉയർത്തി. ഞാൻ ഈ ഇല്ലീഗൽ ആക്ടിവിറ്റി ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതൊന്നും എന്റെ ജോലിയെ ബാധിച്ചിട്ടില്ല, ഞാൻ ജോലി സമയത്ത് ഇത്തരം ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ എന്റെ ജോലിനെ ഈ ഒരു കുറ്റം ബാധിക്കരുത് എന്നൊക്കെ അദ്ദേഹം വാദിച്ചു. പക്ഷെ ഒരിക്കലും ഒരു കമ്പനി ഇത്തരം കേസിൽപ്പെട്ട ഒരാളെ എന്ത് ചെയ്യില്ല, കമ്പനിയിൽ തുടർന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കുകയില്ല. അപ്പൊ അവിടെ ഇവൻ ദോ അദ്ദേഹം ജോലിയൊക്കെ കറക്റ്റായിട്ട് ചെയ്തെങ്കിലും അദ്ദേഹത്തിന് ഏത് സ്റ്റാൻഡേർഡാണ് ഇവിടെ വയലേറ്റ് ചെയ്തത്, ഏത് സ്റ്റാൻഡേർഡായിരുന്നു അദ്ദേഹം ഇവിടെ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യേണ്ടിയിരുന്നത്? ഇന്റഗ്രിറ്റി ആണ് അല്ലെ? ഇന്റഗ്രിറ്റി ഉള്ള വ്യക്തി ഇത്തരം കഞ്ചാവ് ബിസിനസ്സിലൊന്നും പോയി പെടാൻ പാടില്ല, കള്ളക്കടത്തിലും മയക്കുമരുന്നിന്റെ കേസിലൊന്നും പോയി പെടാൻ പാടില്ല. സോ ഈസ് നോട്ട് എ പേഴ്സൺ വിത്ത് ഇന്റഗ്രിറ്റി. സോ ആ ഒരു സ്റ്റാൻഡേർഡ് വയലേറ്റ് ചെയ്തുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും കമ്പനിക്ക് ആക്ഷൻ എടുക്കാം, ഇവൻ ദോ കമ്പനിയുടെ ജോലി അത് ബാധിച്ചിട്ടില്ലെങ്കിൽ പോലും. Year-end bonuses at each branch office are based on branch profitability. Due to slow economy, profitability through the third quarter at the Northeast branch is under budget. To address this issue, accounting staff at the Northeast branch developed a list of end-of-year actions during boost earnings for the year. Which one of the following is most likely to violate IMA's ethical practice? അപ്പൊ ഇവിടെ ഈ കമ്പനിയുടെ സ്ഥാപനത്തിലുള്ള മാനേജേഴ്സിനും മറ്റാളുകൾക്കൊക്കെ ബോണസ് കിട്ടുന്നത് ആ ബ്രാഞ്ചിലെ പ്രോഫിറ്റബിലിറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അപ്പൊ ഈ പ്രോഫിറ്റ് കൂടുമ്പോൾ ഇവരുടെ ബോണസും കൂടും. അപ്പൊ ഇവിടെ തേർഡ് ക്വാർട്ടറിൽ ഈ ഒരു പർട്ടിക്കുലർ ബ്രാഞ്ചിലെ പ്രോഫിറ്റ് കുറവായിരുന്നു. സോ വിച്ച് മീൻസ് അവർക്ക് ബോണസ് കിട്ടുന്നതിന്റെ അളവ് കുറയാൻ സാധ്യതയുണ്ട്. അപ്പൊ അവർക്ക് ഈ പ്രോഫിറ്റബിലിറ്റി കൂട്ടിക്കാണിക്കണം. പ്രോഫിറ്റബിലിറ്റി കൂട്ടിക്കാണിക്കാൻ വേണ്ടി അവർ കുറെ കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചു. ആ ചെയ്യാൻ തീരുമാനിച്ച കാര്യങ്ങളിൽ ഒരു കാര്യം IMAയുടെ പ്രൊഫഷണൽ എത്തിക്സിന് വിരുദ്ധമാണ്. അത് ഏത് കാര്യമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. റിക്വസ്റ്റിംഗ് ദ ബ്രാഞ്ച് അഡ്വർടൈസിംഗ് ഏജൻസി ടു ഡിലേ ബില്ലിംഗ് തേർഡ് ക്വാർട്ടർ അഡ്വർടൈസ്മെന്റ്സ് അണ്ടിൽ ജാനുവരി. അഡ്വർടൈസിംഗ് ഏജൻസിയോട് പറഞ്ഞു തേർഡ് ക്വാർട്ടറിൽ നടന്നിട്ടുള്ള കൊടുത്തിട്ടുള്ള പരസ്യങ്ങളുടെയൊക്കെ ബില്ല് ജാനുവരിയിൽ ബില്ല് ചെയ്താൽ മതി, ജാനുവരി വരെ അല്ലെങ്കിൽ ഡിസംബർ 31 വരെ ബില്ല് ചെയ്യണ്ട എന്ന് പറഞ്ഞു. അതിൽ പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. ബാക്കി 3 ഓപ്ഷൻസ് നോക്കാം. Deferring advertising expense by reducing the number of newspapers advertisement in the third quarter. ന്യൂസ് പേപ്പർ അഡ്വർടൈസ്മെന്റ് കുറയ്ക്കാൻ തീരുമാനിച്ചു. കുറച്ചോട്ടെ, അതിനെന്താ കുഴപ്പം? നേരത്തെ 10 പരസ്യം കൊടുക്കുമായിരുന്നെങ്കിൽ ഇനി 5 പരസ്യം കൊടുത്താൽ മതി എന്ന് തീരുമാനിക്കുന്നു. അത് നല്ല കാര്യമല്ലേ? അത് അവരുടെ ഇഷ്ടം. അതിന് നമുക്ക് എതിരൊന്നും പറയാൻ പറ്റില്ല. 10 കൊടുക്കണോ, 100 കൊടുക്കണോ, 50 കൊടുക്കണോ എന്നൊക്കെ ഉള്ളത് അവരുടെ ഇഷ്ടമാണ്. കൊടുത്തോട്ടെ, കുറച്ചോട്ടെ, കൂട്ടിക്കോട്ടെ, നോ ഇഷ്യൂസ്. കമ്പനിയുടെ വെയർ ഹൗസ് ഒന്ന് പെയിന്റ് അടിക്കാനായിട്ട് പ്ലാൻ ഉണ്ടായിരുന്നു. നോട്ട് ദ പോയിന്റ്, പ്ലാൻ ഉണ്ടായിരുന്നു, അടിച്ചിട്ടില്ല, പ്ലാൻ ഉണ്ടായിരുന്നു. അത് ജനുവരിക്ക് ശേഷം അടിച്ചാൽ മതി എന്ന് തീരുമാനിക്കുന്നു. അതിലും തെറ്റുണ്ടോ? അവരുടെ ഇഷ്ടമല്ലേ എപ്പോ അടിക്കണം എപ്പോ അടിക്കണ്ട എന്നുള്ളത്. തെറ്റില്ല. കസ്റ്റമേഴ്സിന് ഡിസ്കൗണ്ട് കൊടുക്കാൻ തീരുമാനിച്ചു. സെയിൽസ് കൂട്ടാൻ വേണ്ടി കസ്റ്റമേഴ്സിന് ഡിസ്കൗണ്ട് കൊടുക്കുന്നു. കൊടുത്തോട്ടെ, അതും പ്രശ്നമല്ല. സോ ബിയും സിയും ഡിയും ഒന്നും തെറ്റായ കാര്യങ്ങളല്ല. അപ്പൊ തെറ്റായ കാര്യം എന്താണ്? ഓൾറെഡി നടന്നിട്ടുള്ള ഇൻകർ ചെയ്തിട്ടുള്ള ഒരു എക്സ്പെൻസിനെ 3 മാസങ്ങൾക്ക് ശേഷം ബില്ല് ചെയ്യാമെന്ന് പറയുന്നത് എത്തിക്കലി ശരിയല്ല. Therefore, option A is the violation.
ബിക്കോസ് ഓൾറെഡി അഡ്വർടൈസ്മെന്റ് കൊടുത്തു. ഓപ്ഷൻ ബിയിൽ പറയുന്നത് നമ്പർ ഓഫ് അഡ്വർടൈസ്മെന്റ് കുറയ്ക്കുമെന്നാണ്. കുറയ്ക്കുന്നത് ഓക്കെ, നല്ല കാര്യമാണ്. ഇവിടെ ഓൾറെഡി കൊടുത്ത അഡ്വർടൈസ്മെന്റിന്റെ ബില്ല് ഇപ്പൊ അടിക്കണ്ട, ജനുവരിയിൽ അടിച്ചാൽ മതി എന്ന് പറയുന്നത് അത് ശരിയല്ല. സോ ദാറ്റ് ഈസ് എ വയലേഷൻ. നല്ലൊരു ചോദ്യമാണത്. A staff accountant becomes aware of an off-balance sheet bank account where funds have been diverted with offsetting credits approved by his immediate supervisor. Immediate supervisor refused to discuss it and suggests staff accountant to forget about it. Which one of the following should be the staff accountant's course of action? അതായത് നമ്മുടെ സൂപ്പർവൈസർ ഇവിടെ സാമ്പത്തികമായ ചില തട്ടിപ്പുകൾ നടത്തുന്നുണ്ട്, അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് ഫണ്ട് തിരിമറി നടത്തുന്നുണ്ട്. നമ്മളത് ഇമ്മീഡിയറ്റ് സൂപ്പർവൈസറിനോട് ചോദിച്ചു, സ്റ്റാഫ് അക്കൗണ്ടന്റ് എന്ന രീതിയിൽ നമ്മൾ ചോദിച്ചു, സാർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, അതൊക്കെ അങ്ങനെയാണ്, ഇവിടുത്തെ നീക്കുപോക്ക് എങ്ങനെയാണ്, നീ അതിനെപ്പറ്റി അന്വേഷിക്കേണ്ട, മറന്നു കളയൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ സാഹചര്യത്തിൽ നിങ്ങൾ സ്റ്റാഫ് അക്കൗണ്ടന്റ് എന്ന നിലയിൽ എന്താണ് ചെയ്യേണ്ടത്? എന്താ ചെയ്യേണ്ടത്? ഓപ്ഷൻസ് നോക്കുക. ഇമ്മീഡിയറ്റ് സൂപ്പർവൈസറിനെ കത്തെഴുതാൻ, സൂപ്പർവൈസറിന് മുകളിലുള്ള ഒരു മാനേജറിയൽ ലെവലിലോട് പോയി പറയാൻ, ഇൻഡിപെൻഡന്റ് ഓഡിറ്ററോട് പോയി പറയുക, എക്സ്റ്റേണൽ കൗൺസിലിനോട് പോയി പറയുക. ഏതാണ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടാസ്ക്? നിങ്ങളുടെ ഇമ്മീഡിയറ്റ് സൂപ്പർവൈസർ ഒരു കുറ്റത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ലെവൽ മാനേജരോടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പരാതി കൊടുക്കേണ്ടത്. തൊട്ടു മുന്നേ നമ്മൾ ചെയ്തതിന്റെ വേറെ വേർഷൻ. ഇവിടെയും നമ്മുടെ ബോണസിന്റെ സംഭവമാണ്. ഇൻകം കൂട്ടണം, നെറ്റ് ഇൻകം കൂട്ടണം, ഫിനാൻഷ്യൽ ഇയർ എൻഡിൽ നെറ്റ് ഇൻകം കൂട്ടണം. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ലീസ്റ്റ് ലൈക്ലി റിസൾട്ടിന്റെ വയലേഷൻ ആണ്. തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 3 കാര്യങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള നല്ല കാര്യങ്ങളാണ്, ഒരെണ്ണം മാത്രമേ വയലേഷൻ ഉള്ളായിരുന്നു. ഇവിടെ തിരിച്ചാണ് വയലേഷൻ അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വയലേഷൻ അല്ലാത്തത് ഏത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ വയലേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പോസ്റ്റ്പോൺ പ്ലാൻഡ് മാർക്കറ്റിംഗ് എക്സ്പെൻഡിച്ചർ അണ്ടിൽ ജാനുവരി. അതായത് അഗെയിൻ നിങ്ങൾ ആ വാക്കാണ്, പ്ലാൻഡ് ആണ്, ഇൻകർ ചെയ്തിട്ടില്ല. നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു എക്സ്പെൻഡിച്ചർ, മാർക്കറ്റിംഗ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ പരസ്യം തന്നെയായിരിക്കും. ഈ എക്സ്പെൻഡിച്ചർ ഇപ്പൊ ചെയ്യണ്ട, ആ പരസ്യം ചെയ്താൽ മതി, ജനുവരിക്ക് ശേഷം കൊടുത്താൽ മതി. സോ ഇവിടെ പ്ലാനിങ് നടന്നിട്ടുള്ളൂ, ഇത് എക്സിക്യൂട്ട് ചെയ്തിട്ടില്ല, ഇൻകർ ചെയ്തിട്ടില്ല. ഇൻകർ ചെയ്യാത്ത കാര്യം എക്സ്റ്റെൻഡ് ചെയ്യുന്നതിൽ തെറ്റില്ല. ഇൻകർ ചെയ്തതിന് ശേഷം അതിന്റെ ബില്ലിങ് മാറ്റാൻ പറഞ്ഞിരുന്നെങ്കിൽ അത് തെറ്റാണ്. ഇവിടെ പ്ലാൻ ചെയ്ത മാർക്കറ്റിംഗ് എക്സ്പെൻഡിച്ചർ നമ്മൾ ജനുവരിക്ക് ശേഷം ചെയ്താൽ മതി എന്ന് പറയുന്നതിനകത്ത് യാതൊരു വിധത്തിലുള്ള തെറ്റുമില്ല. So that's not a violation. It was a question. Then നിങ്ങൾ നിങ്ങളുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പരിശോധിച്ചപ്പോൾ ഒരുപാട് ഫ്രോഡുലന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിലുണ്ട് എന്ന് മനസ്സിലാക്കി. നിങ്ങൾക്ക് ഇത് മാനേജ്മെന്റിനോട് പറയണമെന്നുണ്ട്, പക്ഷേ നിങ്ങൾക്കൊരു പേടി, നിങ്ങൾ ഇതൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ ജോലിയെ ഇത് ബാധിക്കുമോ, നിങ്ങളുടെ പെർഫോമൻസിനെ അല്ലെങ്കിൽ നിങ്ങളുടെ മാനേജർക്ക് ഇത് ഇഷ്ടപ്പെടാതെ നിങ്ങളുടെ ജോലി തെറിപ്പിക്കുമോ, ഇങ്ങനെയുള്ള പേടി നിങ്ങൾക്കുണ്ട്. സോ ഇത്തരം പേടി കാരണം നിങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യാതിരുന്നാൽ ഇത് ഏത് സ്റ്റാൻഡേർഡിനെയാണ് വയലേറ്റ് ചെയ്യുന്നത്? നിങ്ങൾ കണ്ടെത്തിയ മനസ്സിലാക്കിയ ഒരു ഫ്രോഡുലന്റ് ആക്ടിവിറ്റിയെ പറ്റി കൺസേൺഡ് ആളുകളോട് പറയാതിരിക്കുന്നത് ക്രെഡിബിലിറ്റിക്ക് വയലേഷൻ ആണ്. എന്തിന് വയലേഷൻ ആണ്? ക്രെഡിബിലിറ്റിയുടെ വയലേഷൻ ആണ്. തുറന്നു പറയുക. എന്തെങ്കിലും പ്രശ്നം ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ പേടിച്ചിരിക്കരുത്, തുറന്നു പറയുക. നെക്സ്റ്റ് question number 25. Again, ഒരു അക്കൗണ്ടന്റ് കണ്ടെത്തി നമ്മളുടെ കമ്പനിയുടെ ചില ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന രീതിയൊന്നും ശരിയല്ല. അത് വേറൊരു രീതിയിൽ റെക്കോർഡ് ചെയ്തിരുന്നെങ്കിൽ കമ്പനിയുടെ ഇൻകം കുറഞ്ഞേനെ. അക്കൗണ്ടിങ് മാനേജരോട് സംസാരിക്കാൻ പോയപ്പോൾ അദ്ദേഹം അതിനെ എതിർക്കുകയാണ് ഉണ്ടായത്. ഇത്തരം കാര്യങ്ങളൊന്നും സംസാരിക്കാൻ എനിക്ക് സൗകര്യമില്ല, സമയമില്ല എന്ന് പറഞ്ഞിട്ട് ഈ അക്കൗണ്ടന്റിനോട് പോകാൻ പറഞ്ഞു. എന്താണ് ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത്? നമ്മൾ ഒരുപാട് ചെയ്ത ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ സുപ്പീരിയർ മാനേജർ നമ്മൾ പറയുന്നതിന് മുഖവിലേക്ക് എടുക്കുന്നില്ല, അദ്ദേഹത്തിന്റെ അറിവോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ യു ഹാവ് ടു ഡിസ്കസ് വിത്ത് നെക്സ്റ്റ് ലെവൽ മാനേജർ. അത്രേ ഉള്ളൂ. ഹൈലി റെപ്പറ്റീവ് ആണ്, പക്ഷെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു അക്കൗണ്ടന്റിന് ഫ്രീക്വന്റ് ആയിട്ട് കസ്റ്റമേഴ്സുമായിട്ടും സപ്ലൈസുമായിട്ടും ക്രെഡിറ്റേഴ്സുമായിട്ടും ഒക്കെ ഉള്ള മീറ്റിംഗ്സിലും ഇടയ്ക്കിടയ്ക്ക് അവർ കാണാറൊക്കെ ഉണ്ട്. താഴെ തന്നിരിക്കുന്നവയിൽ IMA സ്റ്റാൻഡേർഡിനെ ബാധിക്കുന്ന, സ്റ്റാൻഡേർഡിനെ വയലേറ്റ് ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
Accountant accepted 2 World Cup tickets from a supplier and flew to the stadium in the company's jet along with a number of suppliers executive. പ്രശ്നമുണ്ടോ? സപ്ലയർ, നിങ്ങളുടെ ഒരു സപ്ലയർ നിങ്ങൾക്ക് 2 വേൾഡ് കപ്പിന്റെ ടിക്കറ്റ് തരികയും ഫ്രീ ആയിട്ടാണ് തന്നത്. നിങ്ങൾ കമ്പനിയുടെ ജെറ്റും എടുത്ത് ഈ സപ്ലയേഴ്സിനെയും കൂടി ജെറ്റിൽ കയറിയിട്ട് കളി കാണാൻ പോവുകയും ചെയ്തു. പ്രശ്നമല്ലേ? പ്രശ്നമാണ്. കാരണം പ്രത്യേകിച്ച് ഒരു സപ്ലയേഴ്സ് ആയതുകൊണ്ട്, സപ്ലയേഴ്സ് നമുക്ക് ഇങ്ങോട്ട് ഗിഫ്റ്റുകൾ തരുമ്പോൾ ഭാവിയിൽ നമ്മൾ ചിലപ്പോൾ കോൺട്രാക്ട് അവർക്ക് കൊടുക്കാൻ ബയാസ്ഡ് ആവാം, നമുക്ക് പ്രജുഡൈസ് ഉണ്ടാവാം, ഫേവറേറ്റിസം ഉണ്ടാവാം. ഇവര് നമുക്ക് ടിക്കറ്റ് ഒക്കെ എടുത്ത് തന്നതല്ലേ, ടിക്കറ്റ് ഒക്കെ എടുത്ത് തന്ന ആളുകളെ നമ്മൾ നിരാകരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന പ്രശ്നം നമുക്കുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇത്തരം സമ്മാനങ്ങൾ വാങ്ങിക്കാതിരിക്കുക എന്നുള്ളതാണ് നല്ല കാര്യം. അപ്പൊ അത്തരം സമ്മാനങ്ങൾ വാങ്ങിക്കുന്നത് ദാറ്റ്സ് നോട്ട് ഗുഡ്. Again, a big question. നമ്മൾ തൊട്ട് മുന്നേ ചോദിച്ചതുപോലെ തന്നെ ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ കമ്പനിയുടെ പെർഫോമൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ആ പെർഫോമൻസിന്റെ ഭാഗമായിട്ട് ചില വിട്ടുവീഴ്ചകൾ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഇതുപോലെ സ്പോർട്സ് ഇവന്റിന്റെ ടിക്കറ്റ് കൊടുക്കാം എന്ന് പറഞ്ഞു. സോ സ്പോർട്സ് ഇവന്റിന്റെ ടിക്കറ്റ് അഗെയിൻ പ്രശ്നമാണ്. സ്പോർട്സ് ഇവന്റിന്റെ ടിക്കറ്റ് എന്ത് ചെയ്യാൻ പാടില്ല? വാങ്ങാൻ പാടില്ല. നിങ്ങൾ മറ്റൊരാൾക്ക് ഒരു സഹായം ചെയ്തോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു ഡ്യൂട്ടീസിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ അയാൾ നിങ്ങൾക്ക് സമ്മാനങ്ങൾ ഇങ്ങോട്ട് തന്നു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്താൽ നിങ്ങളുടെ ഡ്യൂട്ടീസ് എത്തിക്കലായിട്ട് ക്യാരി ഔട്ട് ചെയ്യുന്നതിന് അത് തടസ്സമാകും. സോ ഇവിടെ ഏത് സ്റ്റാൻഡേർഡ് ആണ് വയലേറ്റ് ചെയ്യാൻ സാധ്യതയുള്ളത്? ഇന്റഗ്രിറ്റി ഉള്ള വ്യക്തികൾ അത്തരം സമ്മാനങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. Question number 28. Charlie Benval was on a team that evaluated a potential acquisition. Both Benval's employer and the potential target are publicly traded companies. A significant portion of Benval's personal investment portfolio is composed of the target companies too, which Benval did not disclose. Based on IMS standard, Benval would be in violation of which one of the following standard? ചാർലി ബെൻവാൾ എന്ന് പറയുന്ന വ്യക്തി അവരുടെ കമ്പനി, അദ്ദേഹം ജോലി ചെയ്യുന്ന കമ്പനി വേറെ കമ്പനിനെ അക്വയർ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നു. ഈ അക്വിസിഷന്റെ പരിപാടിയൊക്കെ തീരുമാനിക്കുന്ന ടീമിൽ ഈ ബെൻവാൾ ഉണ്ട്. ബെൻവാളിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് പേഴ്സണലായിട്ട് ഈ അക്വയർ ചെയ്യാൻ പോകുന്ന കമ്പനിയിൽ ഷെയർ ഉണ്ട്. സോ അയാൾ വർക്ക് ചെയ്യുന്ന എ എന്ന് പറയുന്ന കമ്പനിക്ക് വേണ്ടിയാണെങ്കിൽ ഈ വാങ്ങാൻ പോകുന്ന കമ്പനിയുടെ പേര് ബി ആണെങ്കിൽ ബി കമ്പനിയിൽ മാർക്ക് ഷെയർ ഉണ്ട്. ഷെയർ വാങ്ങിച്ചിട്ടുണ്ട് ആര്? ബെൻവാൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ സ്വന്തം കമ്പനി താൻ ഷെയർ ഹോൾഡ് ചെയ്യുന്ന കമ്പനി തന്നെ പർച്ചേസ് ചെയ്യാൻ പോകുന്ന കാര്യം, ആ ഒരു സംഭവം നടക്കുന്ന സമയത്ത് നിങ്ങൾ തുറന്നു പറയുന്നില്ല. അഗെയിൻ ഞാൻ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയാം. ചാർലി ബെൻവാൾ എന്ന് പറയുന്ന എംപ്ലോയി, അദ്ദേഹം ഒരു കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു. അതേസമയം തന്നെ അദ്ദേഹം മറ്റൊരു കമ്പനിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഷെയർ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇദ്ദേഹത്തിന്റെ കമ്പനി എന്ത് ചെയ്യുന്നു? ഇതേ കമ്പനിയെ തന്നെ അക്യൂർ ചെയ്യാൻ തീരുമാനിക്കുന്നു. പക്ഷെ അക്യൂർ ചെയ്യുന്ന സമയത്ത് ഈ ബെൻവാൾ എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്യുന്നില്ല? താൻ ഇതുപോലെ ഇതിനകത്ത് ഷെയർ പർച്ചേസ് ചെയ്തിട്ടുണ്ടെന്ന വിവരം തുറന്നു പറയുന്നില്ല. അത് തുറന്നു പറഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കുമെന്ന് വെച്ചാൽ ഒന്നും സംഭവിക്കില്ലായിരിക്കും. പക്ഷെ അത് അദ്ദേഹം പറയാതിരിക്കുക എന്ന് പറയുന്നത് ഒരു മര്യാദകളാണ്. പ്രത്യേകിച്ചും നിങ്ങൾ ആ ടീമിലുള്ള, ആ കമ്പനിയെ അക്വയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ടീമിലുള്ള സമയത്ത് അതൊന്ന് പറയുന്നത് പറഞ്ഞ് തെറ്റൊന്നുമില്ല. പറഞ്ഞെന്ന് പറഞ്ഞാലും, കാരണം ഇതൊരു പബ്ലിക് ട്രേഡഡ് കമ്പനിയാണ്, ഷെയർ ആർക്കും മേടിക്കാം, ആരെങ്കിലും മേടിച്ചെന്ന് പറഞ്ഞിട്ട് പ്രശ്നമൊന്നുമില്ല. എന്ന് വെച്ചത് പറയാതിരിക്കുക എന്ന് പറയുന്നതിനകത്തൊരു പ്രശ്നമാണ്. മാത്രമല്ല ഈ ഇൻഫർമേഷൻ ഉപയോഗിച്ച് അയാൾക്ക് ഇൻസൈഡർ ട്രേഡിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. കാരണം ഒരു കമ്പനി വേറെ കമ്പനിനെ അക്വയർ ചെയ്യുമ്പോൾ ഈ കമ്പനിയുടെ ഷെയർ വാല്യൂ ഒക്കെ കൂടും. സോ ഇയാൾക്ക് ഈ അക്വിസിഷനെ പറ്റി മുൻകൂട്ടി അറിയാവുന്നത് കൊണ്ട് ഇദ്ദേഹത്തിന് ഇൻസൈഡർ ട്രേഡിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. ഇവിടെ തീർച്ചയായിട്ടും ഇത് തുറന്നു പറയാതിരിക്കുക എന്ന് പറയുന്നത് ഇന്റഗ്രിറ്റി ഉള്ള ഒരു വ്യക്തിക്ക് ചേർന്ന പരിപാടിയല്ല. ഇത്തരം വിവരങ്ങളൊക്കെ എന്ത് ചെയ്യണം? അതിലൊന്നുമില്ല, ഇയാൾ കളത്തിലൊന്നും കാണിക്കുന്നില്ലല്ലോ, സത്യസന്ധമായിട്ട് അങ്ങോട്ട് പറയുക. സോ ഇന്റഗ്രിറ്റി ഉള്ള വ്യക്തി അത് ചെയ്യാൻ പാടില്ല. A typical code of ethical conduct for financial managers or management accountants in an organization requires all of the following except. അതായത് ഒരു എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്റ്റിൽ താഴെ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിരിക്കണം, ഒന്നൊഴികെ. ഒരെണ്ണം തെറ്റാണ്. ഓഫ് കോഴ്സ് സബ്ജക്റ്റിവിറ്റി, വേറെ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. സബ്ജക്റ്റിവിറ്റി അല്ല വേണ്ടത്, അവിടെ ഒബ്ജക്റ്റിവിറ്റി ആണ്. ഇൻഫർമേഷൻ പറയുന്ന സമയത്ത്, റിപ്പോർട്ട് ഉണ്ടാക്കുന്ന സമയത്ത്, അനാലിസിസ് നടത്തുന്ന സമയത്ത് യു ഡോണ്ട് നീഡ് സബ്ജക്റ്റിവിറ്റി, യു നീഡ് ഒബ്ജക്റ്റിവിറ്റി. എന്താണ് സബ്ജക്റ്റിവിറ്റി? സബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ വ്യക്തി കേന്ദ്രിതമാണ്. അതായത് എനിക്ക്, എന്റെ എന്നുള്ള ആറ്റിറ്റ്യൂഡാണ്. ഒബ്ജക്റ്റിവിറ്റി അല്ല, നമുക്ക്, നമ്മുടെ എന്നുള്ള ആറ്റിറ്റ്യൂഡാണ്.
കമ്പനിക്ക് നല്ലത് എന്ന് തോന്നുന്ന രീതിയിലായിരിക്കണം നമ്മുടെ തീരുമാനങ്ങൾ, നമ്മുടെ അഭിപ്രായങ്ങൾ എല്ലാം തന്നെ. അല്ലാതെ എനിക്കെന്ത് കിട്ടും, എനിക്കെന്ത് നേട്ടം ഉണ്ടാവും എന്നുള്ള രീതിയിലായിരിക്കില്ല. അപ്പൊ സിനിമ കണ്ടിറങ്ങുമ്പോൾ ഒരു സിനിമ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. അത് സബ്ജക്റ്റീവാണ്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ബിക്കോസ് അത് സബ്ജക്റ്റീവാണ്. നമ്മൾ നമ്മുടെ പെർസ്പെക്റ്റീവ് എന്നാണ് ചിന്തിക്കുന്നത്. അതേസമയം ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ അതൊരു കൂട്ടം ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള തീരുമാനമാണ്. അപ്പൊ അവിടെ നമുക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതല്ല, നമ്മുടെ കമ്പനിക്ക് മൊത്തത്തിൽ അത് നല്ലതാണോ ഇല്ലയോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത്. സോ ഒരിക്കലും നമ്മുടെ പ്രസന്റേഷനിലോ ഇൻഫർമേഷനിലോ ഡിസിഷൻ മേക്കിങ്ങിലോ സബ്ജക്റ്റിവിറ്റി ഉണ്ടാവാൻ പാടില്ല. വി നീഡ് ഒബ്ജക്റ്റിവിറ്റി. സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ. Which standard in the IMS ethical standard states that the financial management professionals should not engage in activities that might discredit the profession? പ്രൊഫഷനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്ന ആക്ടിവിറ്റീസിൽ പങ്കെടുക്കാൻ പാടില്ല, ഉൾപ്പെടാൻ പാടില്ല. പ്രൊഫഷന് കളങ്കം ഉണ്ടാക്കുന്ന ആക്ടിവിറ്റീസ് ഉണ്ടാക്കാൻ പാടില്ല. തീർച്ചയായിട്ടും ഇന്റഗ്രിറ്റി ഉള്ള വ്യക്തികളാണ് അത് ചെയ്യാൻ പാടില്ലാത്തത്. ഇന്റഗ്രിറ്റി ഉള്ള വ്യക്തികൾ ഒരിക്കലും പ്രൊഫഷനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്ന ആക്ടിവിറ്റീസിൽ പങ്കാളികളാവുകയില്ല. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ്സുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഓൾറെഡി നമ്മൾ മറ്റേ ടോപ്പിക്സിലെ എത്തിക്സുമായിട്ട് ബന്ധപ്പെട്ട മറ്റു ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും പാർട്ട് 2 എക്സാം പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് തിയറി ക്വസ്റ്റ്യൻസ് ഒരുപാട് ഉണ്ടാവും. നമ്മൾ പൊതുവേ ഈ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് കൂടുതലും ഫോക്കസ് കൊടുക്കുന്നത് തീർച്ചയായിട്ടും പ്രോബ്ലം ചെയ്യാനാണ്. അപ്പൊ എക്സാമിന് ചെന്നിരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു 55 ക്വസ്റ്റ്യൻസ് തിയറി ആയിരിക്കും, 45 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മുടെ പ്രോബ്ലംസ് വരും. കാരണം 3 മണിക്കൂറിൽ പരീക്ഷ എഴുതി തീർക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് പ്രോബ്ലംസ് കുത്തി നിറച്ച് തരത്തില്ല. അപ്പൊ പലപ്പോഴും പല കുട്ടികൾക്കും മാർക്ക് പോകുന്നത് അവിടെയാണ്. അവർ കൂടുതലായിട്ട് ഈ പ്രോബ്ലംസിൽ ഫോക്കസ് ചെയ്തിട്ട് തിയറി ക്വസ്റ്റ്യൻസിനകത്താണ് അവർ തെറ്റിക്കുക, കണക്കൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യും. അതുകൊണ്ട് തീർച്ചയായിട്ടും തിയറിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അത് ഈ തിയറി പേപ്പറിൽ മാത്രമല്ല, ഈവൻ പ്രോബ്ലം പേപ്പറിലും തിയറി ക്വസ്റ്റ്യൻസ് ഉണ്ട്. തീർച്ചയായിട്ടും അത് വർക്ക്ഔട്ട് ചെയ്യുക. നല്ല രീതിയിൽ എക്സാം എഴുതാൻ സാധിക്കട്ടെ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.